LP-UP പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പേര് എനിക്ക് സ്ഥിരമായി റിക്വസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് ഈ LP-UP പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ക്ലാസ് ചെയ്യുമോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഈ ചോദ്യങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ LP-UP പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിശകലനം ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: x+1 23 എങ്കിൽ 3x + 21 എത്ര? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. x+1 23 ആണെങ്കിൽ ഏത് കുഞ്ഞും പറയും x എന്ന് പറഞ്ഞാൽ 23, ഈ +1 അപ്പുറത്ത് പോകുന്നു, -1 എത്ര കിട്ടും മക്കളെ? 22. x+1 23 ആണെങ്കിൽ x 22 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് 3x + 1 എത്ര? x 22 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 3x + 1 x എടുത്ത് ഇവിടോട്ട് ഇടുക. 3 × 22 + 1. 22നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും നമുക്ക്? 66 + 1 67 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ശരിയാണോ? തീർച്ചയായും. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണിത്. മനസ്സിലാലോചിച്ച് നമുക്ക് ചെയ്യാം. എക്സിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 23 കിട്ടുന്നു എങ്കിൽ എക്സ് 22 ആയിരിക്കും. കാരണം 22ൻ്റെ കൂടെ 1 കൂട്ടിയാലാണല്ലോ 23 കിട്ടുക. 3x + 1 എക്സ് 22 ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടിയുടെ കൂടെ 1 കൂട്ടിയാൽ എത്ര? 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 22ൻ്റെ 3 ഇരട്ടി 66, അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 67. പേനയും പേപ്പറും എടുക്കാതെ മനസ്സിലാലോചിച്ചും നമുക്ക് ഈ ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അംശം 1ആയ 2 ഭിന്നസംഖ്യകളുടെ തുക 10/21. അപ്പം അംശം 1 ആണ്. എന്താണ് ഈ അംശം? ഒരു ഭിന്നസംഖ്യ നമ്മൾ എഴുതുമ്പോൾ p/q എന്ന രൂപത്തിലാണ് എഴുതുന്നത്. അതിൽ p-യെ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമെന്നും q-നെ വിളിക്കുന്ന പേരാണ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമെന്നും. അപ്പോൾ ഇവിടെ അംശം തുല്യമായ 2 ഭിന്നസംഖ്യകളാണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്കറിയത്തില്ല ഭിന്നസംഖ്യകൾ ഏതൊക്കെയാണെന്ന്. പക്ഷെ അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 10/21 കിട്ടും. അതായത് ആദ്യത്തെ ഭിന്നസംഖ്യ അംശം 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 / ഛേദം അറിയത്തില്ല, ഞാൻ q എന്ന് എടുക്കുന്നു. പ്ലസ് രണ്ടാമത്തെ ഭിന്നസംഖ്യ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 1/7 ആണെന്ന്. അപ്പോൾ ആദ്യത്തെ ഭിന്നസംഖ്യ നമുക്ക് അറിയത്തില്ല, എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ രണ്ടാമത്തെ ഭിന്നസംഖ്യ 1/7 ആണെന്ന് അറിയാം. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 10/21 എന്ന് കിട്ടും. 10/21 എന്ന് കിട്ടും. അപ്പം ഈ ആദ്യത്തെ ഭിന്നസംഖ്യ നിങ്ങൾക്ക് 1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം? x ആയിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എക്സും ഒരു ഭിന്നസംഖ്യയും കൂടെ കൂട്ടിയാൽ എന്തോ കിട്ടും? 10/21 കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x എന്ന് പറയുമ്പോൾ ഇതിനെ ഒറ്റയ്ക്കാക്കിയാൽ മതി, അപ്പുറത്തോട്ട് പോയാൽ മതി. അതായത് 10/21 മൈനസ്, ഇവിടെ പ്ലസ് ചെയ്തിരിക്കുകയല്ലേ, അപ്പുറത്ത് പോകുമ്പോൾ മൈനസ്, എന്തായിരിക്കും? 1/7. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? കാരണം മക്കളെ, ഛേദം ഒരുപോലെ ആക്കിയാൽ എളുപ്പമാണ്. ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കിയാൽ എളുപ്പമാണ്. ഇവിടെ 7, ഇവിടെ 21 അല്ലേ? 7നെ 3 കൊണ്ട് ഗുണിച്ചിരിക്കുകയല്ലേ? അതെ. അപ്പം ഒരേപോലെ ഛേദമാക്കാൻ താഴെയും മുകളിലും നിങ്ങൾ 3 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. അതായത് 1/7 എന്ന് പറയുന്ന ഭിന്നസംഖ്യയിൽ നിന്ന്, അല്ലെങ്കിൽ 10/21 എന്ന ഭിന്നസംഖ്യയിൽ നിന്ന് നമുക്ക് 1/7 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ഛേദം നോക്കിയപ്പോൾ 7, ഇവിടെ ഛേദം വ്യത്യസ്ത ഛേദമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഛേദങ്ങളെ ഒരുപോലെ ആക്കാം. 7നെ 21 ആക്കാൻ 3 കൊണ്ട് ഗുണിക്കുക. ഒരു കാര്യം ഓർത്തോണം, താഴെ 3 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതാം നമുക്കിതിനെ? 10/21 മൈനസ് 3/21. അപ്പോൾ നോക്കിക്കേ, 10 ഇപ്പോൾ ഒരേ ഛേദമായി കഴിഞ്ഞാൽ പൊതുവായിട്ട് ആ ഛേദം നമുക്ക് അങ്ങ് എടുത്ത് എഴുതാം. എത്ര? 21 അല്ലേ? ഡിവൈഡഡ് ബൈ 10 - 3. 10 - 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 - 3 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എന്തായിട്ട് എഴുതാം? 7 ആയിട്ട് എഴുതാം അല്ലേ? 10 - 3 എത്ര? 7. അപ്പം 7/21 എങ്ങനെ എഴുതാം? ഒന്നുകൂടെ ചെറുതാക്കി എഴുതാം. എങ്ങനെ? 7/21 എന്ന് പറഞ്ഞാൽ ശരിയാണോ? തീർച്ചയായും ശരിയാണ്. പക്ഷേ ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 7നെ 7 കൊണ്ട് ഹരിച്ചാൽ 1, 21നെ 7 കൊണ്ട് ഹരിച്ചാൽ 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 1/3 എന്ന് എഴുതാം. 1/3 എന്ന് എഴുതാം. ഉണ്ടോ? ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. 1/3 ശരിയാണോ? അല്ലാതെ എവിടെ പോകാൻ? തീർച്ചയായും 1/3 അല്ലേ? ഇങ്ങനെ നമുക്ക് എഴുതാം.
അപ്പോൾ 1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ കാലയളവേത്? ഒരു ദിവസം, 18 മണിക്കൂർ, 1800 മിനിറ്റ്, 43200 സെക്കൻഡ്. വിവിധ യൂണിറ്റുകളിലാണ് കൊടുത്തിരിക്കുന്നത്, ദിവസം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഒരു യൂണിറ്റിലോട്ട് ആക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഞാനിപ്പോൾ എല്ലാത്തിനെയും മണിക്കൂറാക്കുകയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? 24 മണിക്കൂറാ. 18 മണിക്കൂർ, അത് 18 മണിക്കൂർ തന്നെയാണ്, അതിനകത്തൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. 1800 മിനിറ്റ്, മിനിറ്റിനെ മണിക്കൂറാക്കണം. 60 മിനിറ്റ് ചേരുമ്പോഴാണ് ഒരു മണിക്കൂർ, അല്ലേ? 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു ഒരു മണിക്കൂർ. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1800 മിനിറ്റിനെ മണിക്കൂറാക്കണം. മിനിറ്റിനെ മണിക്കൂറാക്കാൻ ഈ മിനിറ്റ്, ഈ 60 മിനിറ്റിനെ ഒരു മണിക്കൂറാക്കാൻ എന്തോ ചെയ്യണം? 60/60. അപ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുക? ഒരു മണിക്കൂർ കിട്ടുക. അപ്പോൾ മക്കളെ, മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കണം. 1800 ഡിവൈഡഡ് ബൈ 60. എത്ര മണിക്കൂർ? 30 മണിക്കൂർ. എത്ര കിട്ടും? 30 മണിക്കൂർ. ഇനി അടുത്തത് 43200 സെക്കൻഡ്. 43200 സെക്കൻഡ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? പോട്ടെ, ഒരു മിനിറ്റ് എത്ര സെക്കൻഡാ? 60 സെക്കൻഡാണ്, അല്ലേ? 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് 60 സെക്കൻഡാണ്. അങ്ങനെയുള്ള 60 മിനിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു മണിക്കൂർ ഉണ്ടാവുക. സോ 60 × 60 3600 സെക്കൻഡ് എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ 3600 സെക്കൻഡാണ് ഒരു മണിക്കൂർ. അപ്പോൾ സെക്കൻഡിനെ 3600 സെക്കൻഡ് തന്നിട്ട് എത്ര മണിക്കൂറാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 3600 ഡിവൈഡഡ് ബൈ 3600. അപ്പോൾ സെക്കൻഡിനെ മണിക്കൂറാക്കാൻ 3600 കൊണ്ട് ഹരിച്ചാൽ മതി, അല്ലേ? അപ്പോൾ 43200 എത്ര മണിക്കൂറാണെന്ന് അറിയണമെങ്കിൽ 43200നെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം? 3600 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഈ 2 0 വെട്ടിക്കളെ. 432നെ 36 കൊണ്ട് ഹരിക്കുക. 432നെ 36 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 12 മണിക്കൂർ എന്ന് കിട്ടുന്നു. അപ്പം 43200 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറാണ്. ചോദ്യം എന്താണ്? ഏറ്റവും കുറഞ്ഞ കാലയളവ് 24 മണിക്കൂറാണോ, 18 മണിക്കൂറാണോ, 30 മണിക്കൂറാണോ, 12 മണിക്കൂറാണോ? ഏറ്റവും ചെറുത് 12 മണിക്കൂറാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഏറ്റവും ചെറിയ കാലയളവ്. ശരിയാണോ നോക്കാം? യെസ്, 43200 സെക്കൻഡ്. അടുത്ത ചോദ്യം, ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഹരണഫലത്തെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 8ഉം ശിഷ്ടം 2ഉം കിട്ടുന്നു എങ്കിൽ 4 കൊണ്ട് ഭരിച്ച സംഖ്യയല്ല, ഹരിച്ച സംഖ്യയാണ് കേട്ടോ. 4 കൊണ്ട് ഹരിച്ച സംഖ്യ ഏത്? അപ്പം നിങ്ങൾ ഒരു സംഖ്യ എടുക്കുന്നു, ഏതോ ഒരു സംഖ്യ, അതിനെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഹരണഫലം, ഇവിടെ ഒരു സാധനം കിട്ടുമല്ലോ, ഇതാണ് ഹരണഫലം. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരും. ഈ സാധനമാണ് നമ്മൾ എന്ത് പറയുക? ശിഷ്ടം എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഹരണഫലത്തെ 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഈ സംഖ്യ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുക. ഏത്? ഈ കിട്ടിയ ഈ ഹരണഫലമാണല്ലോ ഇത്. ഈ ഹരണഫലത്തെ നിങ്ങൾ എന്ത് ചെയ്തു? 3 കൊണ്ട് ഹരിച്ചു. 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഹരണഫലം 8 കിട്ടി. ഹരണഫലം ഇവിടെ അല്ലേ എഴുതുന്നത്, മുകളിലല്ലേ എഴുതുന്നത്? 8 കിട്ടി. ശിഷ്ടം എത്ര കിട്ടി? 2 കിട്ടി. 2 കിട്ടി, അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ ഏതോ ഒരു സംഖ്യയെ എടുത്തു. ആ സംഖ്യയെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഹരണഫലം കിട്ടി. ആ ഹരണഫലത്തെ നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹരണഫലം 8ഉം ശിഷ്ടം 2ഉം കിട്ടി. അങ്ങനെയാണ് ഈ സംഖ്യ എത്ര? ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഈ സംഖ്യ അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കളർ എടുത്ത് വേറൊരു സംഖ്യയുടെ കാര്യം പറയാം. ഇങ്ങോട്ട് നോക്കിക്കോ. 50 എന്ന് പറയുന്ന സംഖ്യയെ ഞാൻ 7 കൊണ്ട് ഹരിച്ചു. 7 പ്രാവശ്യമായപ്പം 49 ശിഷ്ടം 1. ഓക്കെ, ഇനി ഇങ്ങനെ ഹരിച്ചു വെച്ചേക്കുക. ഇതിനെ നമ്മൾ എന്തോ പറയും? ക്യൂ, കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലം. ഇതിനെ നമ്മൾ എന്ത് പറയും? ഡിവൈസർ അല്ലെങ്കിൽ ഹാര്യകം. എന്ത് സാധനം കൊണ്ടാണോ ഹരിക്കുന്നത് അത്.
ഇത് റിമൈൻഡർ എന്ന് പറയും. ഈ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? QRD എന്ന രൂപത്തിൽ എഴുതിയാൽ സംഖ്യ കിട്ടും. അതായത് ഹരണഫലം എത്ര? 7. റിമൈൻഡർ എത്ര? 1. ഡിവൈസർ എത്ര? 7. അതായത് 7 and 1/7 ആണ് ഈ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് സംഖ്യ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്താൽ മതി? ഈ 7നെ ഈ 7 കൊണ്ട് ഗുണിക്കുക. 7 × 7 49. അതിൻ്റെ കൂടെ ഈ 1 കൂടെ കൂട്ടിയാൽ ഉത്തരം കിട്ടും. അതായത് ഉത്തമ 7നെ 7 കൊണ്ട് ഗുണിക്കുക 49. അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടുക 50. അപ്പോൾ സംഖ്യ എത്രയാണെന്ന് അറിയണമെങ്കിൽ 8നെ 3 കൊണ്ട് ഗുണിക്കുക 24. അതിൻ്റെ കൂടെ 2 കൂട്ടുക 26. സോ 26നെയാണ് ഇവിടെ കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് 26 ആണ്. ഹരണഫലം 26 ആണ് അല്ലേ? അപ്പം ഏത് സംഖ്യയാണ് നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സംഖ്യയാണ് നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചത്? അപ്പോൾ ഏതോ ഒരു സംഖ്യയെ ഹരിച്ചപ്പോൾ കിട്ടിയ ഹരണഫലമാണ് 26 അല്ലേ? ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഹരണഫലമാണ് 26. അത് 4 കൊണ്ട് ഹരിച്ചപ്പോൾ ഏതോ ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുക്കുക, അതിനെ 4 കൊണ്ട് ഹരിച്ചപ്പോഴാണ് മക്കളെ നിങ്ങൾക്ക് 26 കിട്ടിയത്. അപ്പോൾ ആ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ 26 × 4 എത്ര കിട്ടും? 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100. 26 എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ 4 കൂടെ വരും. അപ്പോൾ 104 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ആൻസർ എത്ര? 104. അല്ലോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. ശരിയാണോ? യെസ്, ശരിയാണ്. സോ അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ എളുപ്പമാണ്. നോക്കിക്കേ, 2, 6, 12, 20, 30 ക്വസ്റ്റ്യൻ മാർക്ക്. വളരെ എളുപ്പമാണ്. എങ്ങനെ നമുക്ക് ചെയ്യാം? ഇങ്ങോട്ട് നോക്കിക്കോ. 2ഉം 6ഉം എത്ര കൂടി? 4 കൂടി. 6ഉം 12ഉം എത്ര കൂടി? 6 കൂടി. 12ഉം 20ഉം 8 കൂടി. 20ഉം 10ഉം 10 കൂടി. അടുത്ത എത്ര ആയിരിക്കും? എല്ലാം 2 വീതം കൂടി പോവല്ലേ? 4 2 6, 6 2 8, 8 2 10, 10 2 12. അപ്പോൾ ഇവിടെ വരേണ്ട ഉത്തരം എത്ര ആയിരിക്കും? 30 + 12 എത്ര കിട്ടും മക്കളെ? 42. 42. ശരിയാണോ? യെസ്, ഓപ്ഷൻ സി 42. അടുത്ത ചോദ്യം. 930703 എന്ന സംഖ്യയെ 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുമെങ്കിൽ സ്റ്റാറിന് പകരം നൽകേണ്ട ഏറ്റവും ചെറിയ സംഖ്യ. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കും ഇങ്ങനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കാര്യം വളരെ എളുപ്പമാണ്. ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 9 9ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഇപ്പോൾ 9 3 0 7 0 3 *4 ഇതിനെ 9 കൊണ്ട് ഹരിക്കണമെങ്കിൽ 0ന്റെ അവിടെ അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ അവിടെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കണം എന്ന് ചോദിച്ചാൽ ഇത് ബാക്കിയെല്ലാം കൂടെ കൂട്ടുക. എത്ര കിട്ടും? 7 3 10, 19 3 എത്ര? 22 4 26 എന്ന് കിട്ടി. അതായത് ഈ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 9 + 3 + 0 + 7 + 0 + 3 + 4 എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 26 കിട്ടി. അപ്പം 26ന്റെ തൊട്ടടുത്ത് വരുന്ന 9ന്റെ മൾട്ടിപ്പിൾ ഏതാ? 9 × 3 27 വരണം. അപ്പം ഇവിടെ വരേണ്ട ആൾ ആരായിരിക്കണം? 1 ആയിരിക്കണം. അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. 26 വരെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ വരേണ്ട ആൾ ആരായിരിക്കണം? 1 വരണം അല്ലേ? അപ്പോൾ 26ന്റെ കൂടെ 1 കൂടെ കൂടി 27 കിട്ടും. ആ സംഖ്യയെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. ഈ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ നമ്പർ കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ 9ന്റെ എങ്ങനെ, 7ന്റെ എങ്ങനെ, 6ന്റെ എങ്ങനെ, 3ന്റെ എങ്ങനെ, 10ന്റെ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റീസ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു കാര്യമാണത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിന് ഉത്തരം എത്രയാണ്? 1. 1 കൂടെ അവിടെ വരണം. 26 വരെ ഇപ്പോൾ കൂട്ടിയാൽ കിട്ടും. 1 കൂടെ ആകുമ്പോൾ 27 ആവും. 27നെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. കുഴപ്പമൊന്നുമില്ല.
അടുത്ത ചോദ്യം ഇതാണ്. ഒരു ക്ലോക്കിലെ സമയം 9:15 കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാക്കുന്ന കോൺ എത്ര? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത് കളയുകയായിരുന്നു ചെയ്തത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 30h - 11/2m എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മളിത് ചെയ്യും. അപ്പോൾ ഇവിടെ 30 × 9 - 11/2 × 15 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 270 - 11/2 × 15 എന്ന് പറയുമ്പോൾ നമുക്ക് 82.5 എന്ന് കിട്ടും. അങ്ങനെ 270-ൽ നിന്ന് 82.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 187.5 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഓപ്ഷനിലുണ്ടല്ലോ സാർ, പിന്നെ എന്താണ് കുഴപ്പം? ജസ്റ്റ് ഈ ഒരു ക്ലോക്ക് ഒന്ന് വരച്ച് നോക്കുക. നിങ്ങൾ ഒരു ക്ലോക്ക് ഒന്ന് വരയ്ക്കുക. 9:15 എന്ന് പറയുമ്പം ഇവിടെ നമുക്കറിയാം 12, 3, 6, 9. 9:15 എന്ന് പറയുമ്പം കൃത്യം 9-ലായിട്ടായിരിക്കത്തില്ല. ക്ലോക്ക് ഒരല്പം 9-ന് മുകളിലേക്ക് വരും. ഇത് 15-ലേക്ക് വരും. അപ്പം ഇവിടെയുള്ള കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. ആണെങ്കിൽ 180 ഡിഗ്രി കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇവിടുന്ന് ഒരല്പം ഇത്രയൊന്നുമില്ല, ഒരല്പം ചരിവ് ഈ ഒരു സൈഡിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ 180-യേക്കാളും ചെറിയ ഉത്തരവായിരിക്കും കിട്ടുക. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ 30h - 11/2m പഠിച്ചോ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 180-നേക്കാളും വലുതാണെങ്കിൽ 360 അത് കുറയ്ക്കണം. സോ 360 - 187.5 അതായത് 172.5 ഡിഗ്രി എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. പക്ഷേ PSC അത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഇത് തെറ്റാണ്. കാരണം ഒരിക്കലും 180-ന് മുകളിൽ നിങ്ങൾ ഈ ഇപ്പുറത്തെ ആംഗിൾ എടുത്താൽ, ഈ ആംഗിൾ എടുത്താൽ കറക്റ്റ് ആയിരിക്കും. അങ്ങനല്ലല്ലോ. നമ്മളൊരു കോൺ അളക്കുമ്പം ഇപ്പുറത്തെ ആംഗിൾ അല്ലല്ലോ എടുക്കുന്നത്. നമ്മൾ ഇത് ചെയ്യുമ്പം ഇങ്ങനൊരു കോൺ അളക്കാൻ മതി. നിങ്ങൾ ഇതല്ലേ എടുക്കുക, അല്ല നിങ്ങൾ ആരും ഇപ്പുറത്തെ ആംഗിൾ പോയി എടുക്കുമോ? അതെന്ന് പറഞ്ഞാൽ 360 മൈനസ് മറ്റേതായിരിക്കും. അത് നമുക്ക് വേണ്ട. നമ്മൾ ഈ ആംഗിൾ അല്ലേ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് 180-യേക്കാളും ചെറുതായിരിക്കണം. സ്ട്രെയിറ്റ് ലൈൻ 180-യേക്കാളും ചെറുതായിരിക്കണം. അപ്പം 187.5 എന്ന് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് 360 അത് കുറച്ച് 172.5 ഡിഗ്രി എന്ന് പറയുക. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അത് ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്ത് കളയുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ്. ഓക്കെ, അതാ ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇവിടുന്ന് പക്ഷേ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്. ഇനി ഇങ്ങനെ ചോദിച്ചാൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തോണം. 180-നേക്കാൾ വലുതാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? 360 അത് കുറച്ച് വേണം എഴുതാനായിട്ട്. അടുത്ത ചോദ്യം. ഒരു ഭൂകമ്പ ബാധിത പ്രദേശത്തെ 10% പേർ ഭൂകമ്പക്കെടുതി മൂലം പലായനം ചെയ്തു. പിന്നീട് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ ശേഷിച്ച ജനസംഖ്യയുടെ 10% പേര് കൂടെ പലായനം ചെയ്തു എങ്കിൽ 2 പലായനത്തിന് ശേഷം പ്രദേശത്തെ ജനസംഖ്യ എത്ര? വളരെ മനോഹരമായ രീതിയിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, ഒരു സിനിമയിൽ കാണുന്നത് പോലത്തെ രീതിയിൽ ചോദ്യകർത്താവ് വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയുടെ 10% 2 പ്രാവശ്യം കുറഞ്ഞാൽ എത്ര ആയിരിക്കും എന്ന് സിമ്പിളായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം. അല്ലെങ്കിൽ ആദ്യം 10% കുറഞ്ഞ് വീണ്ടും 10% കുറഞ്ഞാൽ മൊത്തത്തിൽ എത്ര ശതമാനം ഇപ്പോൾ ബാക്കിയുണ്ട് എന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യത്തെ നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ഒരു സിനിമയിലെ ദൃശ്യങ്ങൾ പോലെ കാണിപ്പിച്ചു തന്ന ചോദ്യകർത്താവിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചിലർ ചെയ്യാൻ ശ്രമിക്കും. ആദ്യം 10% കുറഞ്ഞല്ലോ, ഓക്കെ, 10% പേര് പോയി, വീണ്ടും 10% പേര് പോയി, അപ്പം 10, 10, 20% പോയി, ബാക്കി എത്ര ഉള്ളത്? 80. സോ സാർ 80. ഓപ്ഷൻ എ. വെരി ഗുഡ്. ഓപ്ഷൻ എ ആൻസർ ഉണ്ട്. അല്ല, നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പേഴ്സൻറ്റേജിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഘോരം ഞാൻ അവിടെ കിടന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇങ്ങോട്ട് നോക്കിക്കോ മക്കളെ, വളരെ സിമ്പിളാണ്. ആ പ്രദേശത്ത് ഇപ്പോൾ
അല്ലെങ്കിൽ ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുമ്പ്, ഈ പ്രളയവും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പത്തെ അവിടെയുള്ള ആളുകൾ 100 പേരാണെന്ന് വിചാരിക്കുക, 100 പേര്. അപ്പോൾ ആദ്യം ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായപ്പോൾ 10% പേരങ്ങ് പോയി. 10% പേര് പോയി എന്ന് പറയുമ്പോൾ എത്ര പേരാ? 100 പേരല്ലേ? 100 പേരുടെ 10% പേര് പോയി. എത്ര പേര് പോയി? 10 പേര് പോയി. അപ്പോൾ ബാലൻസ് എത്ര ആളുകളുണ്ട് അവിടെ? 90 പേര് അവിടെ തന്നെ നിന്നു. 10 പേര് ഭൂകമ്പം ഉണ്ടായെന്നും പറഞ്ഞ് പോയി. പിന്നീട് ഈ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ ശേഷിച്ച ജനസംഖ്യ എത്ര? 90. ആ 90ൻ്റെ 10% പേരും കൂടെ അങ്ങ് പോയി. അപ്പം ബാലൻസ് ഉള്ള 90ൻ്റെ 10% പേര് എത്ര? 9 പേര്. അവരും അങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ അവിടെ എത്ര പേരുണ്ട്? 90ന് 9 പോയാൽ എത്ര? 81. അപ്പോൾ എത്ര ശതമാനമാണ്? 100ന് 81 എന്ന് പറഞ്ഞാൽ 81%. ഇതിങ്ങനെ എഴുതി കുറച്ച് ചെയ്യണോ സാർ? വേണ്ട, ഒരാവശ്യമില്ല. 100 ഉണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. ആദ്യം 10% പേര് പോയി, 90%. അതിൻ്റെ വീണ്ടും 10%, അതായത് ഇവിടെ കിട്ടുന്ന ഉത്തരത്തിൻ്റെ വീണ്ടും 10% പേര് പോയി എന്ന് പറയുമ്പോൾ അതിന് മൊത്തത്തിൽ വീണ്ടും 90%. സോ 100ഉം 100ഉം ക്യാൻസൽ ആവുന്നു. ഇത് വെട്ടിക്കളയുന്നു. എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞ് 81%, 81% ആളുകൾ അവിടെ ഉണ്ട് ഇപ്പോൾ. അതായത് 19% ആളുകൾ പോയി. അല്ലാതെ 10, 10, 20 നിങ്ങൾ പറയരുത്. 10 പോയതിൻ്റെ ബാക്കി വന്നതിൽ നിന്നും 10% പോയി എന്നാണ്. ആദ്യം 10% പോയി, എന്നിട്ട് ശേഷിക്കുന്നതിൽ നിന്നും വീണ്ടും 10% കൂടെ പോയി എന്ന് വേണം അവിടെ മനസ്സിലാക്കാൻ. അപ്പം 81% പേര് ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന ഉത്തരം നമുക്ക് കിട്ടണം. A+B+AB/100 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് ഇത് ചെയ്യാം. ബട്ട് കാര്യം മനസ്സിലാക്കി പഠിക്കുക. എന്താണ് അവിടെ സംഭവിച്ചെന്ന് മനസ്സിലാക്കുക. 100ൻ്റെ 10% പോയി, ബാക്കി വന്ന 90ൻ്റെ 10% പോയി. സോ ശേഷിക്കുന്നത് 81%. ഓക്കെ. സോ ആൻസർ 81, ഓപ്ഷൻ ഡി. യെസ്. അടുത്ത ചോദ്യം. 24 + 19ൻ്റെ എത്ര മടങ്ങാണ് 24² - 19²? ഉടനെ നമ്മൾ 24ഉം 19ഉം കൂടെ കൂട്ടുന്നു അല്ലേ? എത്ര കിട്ടും? നമുക്ക് 43 കിട്ടും. ഉടനെ നമ്മൾ 24ൻ്റെ സ്ക്വയർ 576, 19ൻ്റെ സ്ക്വയർ 361, 24ൻ്റെ സ്ക്വയറായ 576 നിന്ന് 19ൻ്റെ സ്ക്വയറായ 361 നമ്മൾ കുറയ്ക്കുന്നു. നമുക്ക് 215 എന്ന് കിട്ടും. അപ്പോൾ 215 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് 43 × 5 ആണെന്ന്. അപ്പോൾ 5 മടങ്ങ് ഉത്തരം കിട്ടി. ആഹാ. അപ്പോൾ 24ഉം 19ഉം കൂടെ കൂട്ടണം. 24ൻ്റെ സ്ക്വയർ എടുക്കണം, 19ൻ്റെ സ്ക്വയർ എടുക്കണം. 24ൻ്റെ സ്ക്വയറിൽ നിന്ന് 19ൻ്റെ സ്ക്വയർ കുറച്ച് ഉത്തരം എടുക്കണം. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിനെ 24ഉം 19ഉം കൂടെ കൂട്ടി 43 കൊണ്ട് ഹരിച്ചു നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കണക്ക് പാടാണ് പണ്ടാരം തീരെ എന്ത് ഇറിറ്റേറ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ പറയുന്നത്. ഇതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല മക്കളെ, വളരെ എളുപ്പമാണ്. അക്കോർഡിംഗ് ടു ചാക്കോമാഷ് പോട്ടെ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 24² - 19². ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? A² - B² അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? അറിയാം സാർ. എന്താണ്? A+B × A - B = A² - B². എടാ, ഇവിടെ കിടക്കുന്നത് A+B അല്ലേ? അതെ. അപ്പോൾ 24 + 19 × 24 - 19 എന്ന് പറയുന്നതായിരിക്കും 24² - 19². അതായത് ഇതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ, 24 + 19നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് ഈ സാധനം കിട്ടുക? ഈ സാധനം ഏതുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുമെന്നല്ല, 24² - 19² എന്ന് പറയുന്നത് കിട്ടുന്നത് 24 + 19നെ ഇവനെ കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. വേറെ കളർ എടുക്കണോ? എടുക്കാം. ആരെ കൊണ്ട്? ഇവനെ കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. ഇവനെന്ന് പറഞ്ഞാൽ എത്ര? 24 - 19 എത്ര? 5. വെരി സിമ്പിൾ. നിങ്ങൾ 24ൻ്റെ സ്ക്വയർ എടുക്കണ്ട, 19ൻ്റെ സ്ക്വയർ എടുക്കണ്ട, കൂട്ടണ്ട, കുറയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട. A+B × A - B = A² - B² ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ you will get the answer within seconds. അല്ലേ? നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? A+B × A - B = A² - B² ആണെന്ന് ഓർമ്മ വന്നാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക്
5 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഓക്കെ, യെസ്. സോ ആൻസർ അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ആൻസർ 5 ആണ് കേട്ടോ. ആൻസർ 5 ആണ്. സോ 24 + 19 എത്ര മടങ്ങാണ്? 24 സ്ക്വയർ - 19 സ്ക്വയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് 5 times. യെസ്. സോ അടുത്ത ചോദ്യം. ഇത് എത്ര പ്രാവശ്യമാണ് ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഓക്കെ, 5. ഓക്കെ, ആൻസർ കൂടെ ഉണ്ട് 5. ഓക്കെ, പോട്ടെ. അടുത്ത ചോദ്യം. 28 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി ഉപയോഗിച്ച് തുല്യ വശങ്ങളുള്ള സമചതുരം, സമഭുജ ത്രികോണം എന്നിവ ഓരോന്ന് വീതം ഉണ്ടാക്കുന്നു. സമചതുരത്തിന്റെ വിസ്തീർണം എത്ര സെന്റിമീറ്റർ ആണ്? ഓക്കെ, സോ നമ്മുടെ കയ്യിലെ ഒരു കമ്പി ഇരിപ്പുണ്ട്. വി ഹാവ് എ കമ്പി. ഇതാ ഞാൻ +2 സയൻസ് എടുക്കാഞ്ഞത്. കൊമേഴ്സ് എടുത്തതിൻ്റെ കാരണം ഇതാ. ഞാൻ നേരെ ഒരു വര വരച്ചാൽ അത് ചരിഞ്ഞു പോകും. എനിക്ക് ഈ സയൻസിലൊക്കെ ഒരുപാട് വരയ്ക്കാനൊക്കെ ഉണ്ടെന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ 28 സെൻറ്റിമീറ്റർ 28 സെൻറ്റിമീറ്ററാണ് ഈ കമ്പിയുടെ നീളം കേട്ടോ. ഈ കമ്പി ഉപയോഗിച്ച് തുല്യവശങ്ങളുള്ള സമചതുരം, ആദ്യം നമുക്ക് സമചതുരം ഉണ്ടാക്കാം. വി നീഡ് എ സമചതുരം. സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശം തുല്യമായിരിക്കും, വേറെ കാര്യമൊന്നുമില്ല. വി ഹാവ് എ സമചതുരം ആൻഡ് സമഭുജ ത്രികോണം. സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. 3 വശങ്ങളും തുല്യമായിരിക്കും. അത് തന്നെ, അതായത് ചേർത്ത് വരയ്ക്കാം. അതായത് ഈ നീളം എ ആണെങ്കിൽ ഇതും എ, ഇതും എ, ഇതും എ. ഇനി ത്രികോണത്തിലേക്ക് വരുമ്പോൾ ഇതും എ, ഇതും എ, ഇതും എ. 3 വശങ്ങളും തുല്യമായിരിക്കും. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ഉണ്ടാക്കി. അതായത് 28നെ തുല്യമായിട്ടുള്ള എത്ര കഷ്ണങ്ങളാക്കി? 1, 2, 3, 4, 5, 6, 7. സോ ഈ എ എന്ന് പറഞ്ഞാൽ 28നെ 7 കഷ്ണങ്ങളായിട്ട് മുറിച്ചില്ലയോ? അപ്പോൾ ഒരു കഷ്ണം എത്ര? 4. അപ്പോൾ എ എത്ര? 4. എന്തോ കണ്ടുപിടിക്കണ്ടേ? സമചതുരത്തിന്റെ വിസ്തീർണം. സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ മക്കളെ A² ആണ്. എ എന്ന് പറഞ്ഞാൽ എത്ര? A 4 ആണ്. A = 4 ആണ്. അപ്പോൾ A² എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. 16 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്, 16 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം ഈ ഒരു ചോദ്യം. അപ്പോൾ കണ്ടോ ആൻസർ ശരിയാണോ നോക്കട്ടെ? യെസ്, ശരിയാണ്. 4√3 ഒക്കെ ഓപ്ഷനിൽ കിടപ്പുണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട്. ഒന്നുമില്ല, 28 സെന്റിമീറ്റർ നീളം. അതിൽ നിന്ന് നമ്മൾ സമചതുരം ഉണ്ടാക്കി. അപ്പോൾ 4 ഈക്വൽ പീസസ് എടുത്തു. പിന്നെന്താണ്? സമഭുജ ത്രികോണം, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ മൊത്തം 7 പീസസ് വേണം. ഇവിടെ 4ഉം ഇവിടെ 3ഉം വേണ്ടേ? അപ്പോൾ 7 പീസ് വേണം. 28/7 4. സോ ഒരു സൈഡ് എ എന്ന് പറയുമ്പം ഒരു പീസ് എന്ന് പറയുമ്പോൾ 4 ആണ്. സോ സമചതുരത്തിൻ്റെ ഏരിയ A², 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറും കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സ്ഥിരമായി ചോദിച്ച് കാണുന്ന ചോദ്യങ്ങളാണ്. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് ഇനിയും നിങ്ങൾക്ക് തുടർന്ന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. LP UPയുടെ പരീക്ഷ വരെ ഇനിയിപ്പോൾ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും ഞാൻ സാധാരണ പറയാത്തതാണ്. പക്ഷേ എങ്കിലും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് അത് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനിയും അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.